ഹായ്, ഞാൻ നിങ്ങളുടെ വ്ളോഗ് സൂപ്പർ സ്റ്റാർ ചാച്ചൻ. ഞങ്ങൾ ഇന്ന് തഞ്ചാവൂരിൽ നിന്ന് നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. അതെ, തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. കേരളം കടന്നു കഴിഞ്ഞാൽ എന്താ ഞാനിങ്ങനെ പറയുന്നത് വിചാരിക്കരുത്. കേരളം കടന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഏറ്റവും സുഖമുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്, എക്സ്പെഷ്യലി തമിഴ്നാട്ടിൽ. മനസ്സിലാവാൻ നമ്മളുടെ എറണാകുളത്ത് നിന്നും തൃശ്ശൂർ വരെ ഒന്ന് യാത്ര ചെയ്യുന്നത് 1.5-2 മണിക്കൂർ എന്തായാലും എടുക്കും ചെറിയ ദൂരം കവർ ചെയ്യാനായിട്ട്. ഞങ്ങൾ ഇയോൺ കാറിലാണ് യാത്ര ചെയ്തത്. ബാക്കിലൊരു ബെഡിട്ട് കൊടുത്ത് മോനും ലച്ചുവും കിടന്നുറങ്ങുകയാണ്. നോക്കി സുഖമായി കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം എത്തുകയാണ്. നല്ല റോഡാണ്, ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് പാമ്പൻ പാലത്തിലേക്കാണ്. അപ്പോൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്ന ഒരു നിർമ്മിതിയാണ് ഇവിടെ ഉള്ളത്. പാമ്പൻ പാലം, അതായത് കപ്പലുകൾ വരുന്ന സമയത്ത് ഈ പാമ്പൻ പാലം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കപ്പലുകൾ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് പണ്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളങ്ങനെ കാറൊക്കെ നിർത്തി ജസ്റ്റ് പാമ്പൻ പാലമൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ നിർത്തി. അതല്ല, ഇപ്പോൾ അവിടെ പുതിയ പണി നടന്നുകൊണ്ടിരിക്കണം. 1964 ഉണ്ടായിരുന്നൊരു ചുഴലിക്കാറ്റിൽ ഈ പാലത്തിന് ചെറുതായിട്ടുള്ള കേടുപാടുകൾ പറ്റിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കണ്ടോ, പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കണം. ആക്ച്വലി ഇപ്പോൾ അത് ഓപ്പൺ ആയി എന്നാണ് കേട്ടത്. പാമ്പൻ പാലം തുറന്നു കൊടുത്തു എന്നാണ് കേട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് കടൽ പാലമാണിത്, പാമ്പൻ പാലം. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ധനുഷ്കോടിയിലേക്ക് പോയി. ആക്ച്വലി ഞങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ ആണ്. ആദ്യത്തെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ധനുഷ്കോടി എന്ന് പറയുന്നത് വലിയൊരു ചെറിയ നഗരമായിരുന്നു. അത് മുഴുവൻ 1964 ചുഴലിക്കാറ്റ് വന്ന് അത് കംപ്ലീറ്റ്ലി അടിച്ച് കടൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് കേട്ടെ. അവിടെയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം താമസിച്ചിരുന്ന. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം രാമേശ്വരം ടൗണിലാണ് പോയി താമസിച്ച അവരുടെ ഫാമിലിയെല്ലാം. കുറേ പേര് മരണപ്പെട്ടു പോയി ആ കാലത്ത്, ഒത്തിരി പേര് മരണപ്പെട്ടു പോയി എന്നാണ് ഉള്ള. ആ ചുഴലിക്കാറ്റിൽ ഒത്തിരി പേര് മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഞങ്ങൾ ധനുഷ്കോടിയിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ചേരുന്ന ഒരു പ്ലേസാണ് അത്. അരിച്ചൽ മുനി എന്നാണ് അതിനെ പറയപ്പെടുന്നത്. അപ്പോൾ മോളും ഞാനും മോനും വൈഫുമാണ് ഇന്ന്. അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു ഞങ്ങളവിടെ പോകുമ്പോൾ. അതെ, നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ്. അവർ വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക, സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് നടത്തിയാൽ ജനങ്ങൾ എപ്പോഴും അവിടെ എത്തും, സഞ്ചാരികൾ എപ്പോഴും എത്തും. കാരണം കണ്ടില്ലേ, വളരെ വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. എന്തായാലും അതിന് തമിഴ്നാട് ഗവൺമെൻറ്റിനോട് നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം നമ്മളുടെ കേരളത്തിലായിരുന്നെങ്കിൽ പലയിടത്തും വൃത്തികേടായിട്ടാണ് സൂക്ഷിക്കാറ്. കുറ്റം പറയുന്നതല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ കേരളവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലമാണ്. ആക്ച്വലി ധനുഷ്കോടിയിൽ നിന്ന് നമ്മൾക്ക് 18 കിലോമീറ്റർ അപ്പുറം ശ്രീലങ്കയാണ്. അപ്പുറത്ത് 16 കിലോമീറ്റർ അപ്പുറം ശ്രീലങ്കയാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു ബൈനോക്കുലർ അവർ തന്നായിരുന്നു. അതുവഴി നോക്കുമ്പോൾ ജസ്റ്റ് അവിടുത്തെ ആ ശ്രീലങ്കയുടെ ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേങ്കിൽ അവിടെ നിന്ന് 18 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. നമുക്ക് കപ്പൽ മാർഗം പോകാം. ഇപ്പോൾ അവിടെ കപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.